വലിക്കൂ. സാർ രക്ഷിക്കൂ സാർ. സാർ വേഗം വലിക്കൂ സാർ. മുതല പിന്നെ അങ്ങോട്ട് പോയി. വല്ല നടക്കോ? ഒന്ന് കളഞ്ഞിട്ട് പോടോ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികാരികൾ. എസ് ഐ വിശ്വംഭരന്റെ പ്ലാനിംഗ് അതിദയനീയമായി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരവസ്ഥ സംജാതമായിരിക്കുന്നത്. പ്ലാനിങ്ങിന്റെ പരാജയം തമ്മിൽ പഴിച്ച് പരസ്പരം കൈകഴുകുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. ഹലോ ഹലോ, താൻ എന്തിനാടോ ഈ ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തിയത്? അത് പിന്നെ അല്ല, എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അവര് തന്നെ നല്ല പോലെ നാറ്റിക്കുന്നുണ്ട്. തീക്കൊള്ളി കൊണ്ടാ താൻ തലചോറിഞ്ഞത്. അത് ഞാൻ ഞാൻ ആ ഷൂട്ടർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. യെസ് സാർ. യെസ് സാർ. വെറുതെ ഇനിയും പോലീസിന്റെ മാനം കെടുത്താതെ. ഓക്കെ സാർ. ചാനലുകാരന്മാര് ന്യൂസ് കൊടുത്തവനിട്ട് എന്നെ പണിതോ? ആ പണ്ടാരം വീണ്ടും വന്നു. കവർ ഇറങ്ങിയെടുക്കാൻ പറ്റിയ ചാൻസ് ആയിരുന്നു. എന്നാ പിന്നെ ഇറങ്ങി എടുക്കായിരുന്നില്ലേ? അതിന് ഞാനറിഞ്ഞോ ഈ പണ്ടാരം വീണ്ടും വന്ന് കയറുന്നു. അവന്മാരിതിനെ പിടിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചത്. അവന്മാരിതിനെ ഒന്നുകൂടെ കൊണ്ടുവരുന്നെങ്കിൽ ആ കവർ ഇറങ്ങിയെടുക്കായിരുന്നു. നിന്റെ ഒരു കവർ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. സമയം ഒരുപാടായി. അച്ഛൻ എന്നെ തിരക്കി നടക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു പറ. ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. കൂട്ടിനൊരു മുഴുത്ത മുതലേ. അല്ല, വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറയാവുന്നതാണ്. വേണ്ട, ഫോൺ ഓണാക്കിയാ ശരിയാവില്ല. ഇപ്പൊ വിളിച്ചാ ഒട്ടും ശരിയാവില്ല. അവിടെ എന്തായോ എന്തോ. ഇവളിത് എവിടെ പോയി കിടക്കുക? വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഒന്ന് വിളിച്ചു നോക്ക്. അരമണിക്കൂർ ട്രൈ ചെയ്യുക. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്നാ അവളുടെ ഓഫീസിൽ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. ഓഫീസ് നമ്പർ നിനക്കറിയോ? ഇല്ല. പിന്നെ അങ്ങനെ അവര് വന്നു തോന്നുന്നു. വേഗം എല്ലാം റെഡിയാക്ക്. വരൂ വരൂ, അകത്തിരിക്കും. വരൂ. അമ്മ, മോളെവിടെ? മോൾക്ക് അർജന്റ് ഓഫീസിൽ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പം ചെത്തും. പണ്ടത്തെ പോലെ അല്ലല്ലോ. പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് വെച്ച് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ശ്രീയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ ഞാനും വീട്ടിലില്ലായിരുന്നു. എല്ലാരും എത്തിയതിന് ശേഷം ഞാൻ കോളേജിൽ നിന്ന് വന്നത്. അതെ, ടൈപ്പ് പഠിക്കാൻ പോയിട്ട് വന്നതാ. അല്ല, ഇനി മോള് കൂട്ടുകാരികളുമായിട്ട് സിനിമയ്ക്കോ കറങ്ങാനോ മറ്റോ പോയതാണോ? ഏയ്, അവൾ അങ്ങനൊന്നും പോവില്ല. ഒറ്റ മോളാണെങ്കിലും അധികം ഫ്രീഡം ഞാൻ കൊടുക്കാറില്ല. അതെ അതെ, മോളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഒന്ന് പുറത്തോട്ട് പോണെങ്കിൽ കൂടിയും അച്ഛനോട് ചോദിക്കും. പിന്നെ അവക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. വൈകിട്ട് ഞങ്ങൾക്ക് ശ്രീ ഗണേഷ് മാധവൻ സ്വാമിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ധൃതി വെക്കാന്ന് കരുതരുത്, സാരമില്ല, സമയത്ത്. ആ സ്വാമിയല്ലേ ഏതോ കേസിലോ പറ്റോ? അതൊക്കെ അസൂയക്കാരുണ്ടാക്കി പറയുന്നതാ. സ്വാമി പറയുന്ന പോലെ ചെയ്താ എല്ലാം നമുക്ക് അനുകൂലമായേ വരും. സ്വാമി പറഞ്ഞ പൂജകൾ ചെയ്തിട്ടല്ലേ അവന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അതുപോലെ ദുർഗാക്ഷേത്രത്തിൽ 3 കലം പൊങ്കാല ഇടാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാച്ചിൽ കിട്ടിയില്ലേ 3 വിക്കറ്റ്. അടുത്ത കളിക്ക് മുമ്പ് കാളിക്ഷേത്രത്തിൽ 101 കലം പൊങ്കാല ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കളി 10 പേരല്ലേ ഉള്ളൂ. അതിനല്ല, പെട്ടെന്ന് 100 വിക്കറ്റ് തികയ്ക്കാനാ.
അങ്കിൾ ആ ടി വി ഒന്ന് വെക്കാമോ? ഇന്ന് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടേ. അതെ, ഇത്തവണത്തെ മലയാളി ഐക്കൺ ഓഫ് ദി ഇയർ എന്റെ മോനാ. ആ, അതിന്റെ ഇന്റർവ്യൂ ആ. ഫാമിലി ഇന്റർവ്യൂ വേണമെന്ന് അവര് നിർബന്ധം പിടിച്ചതാ. പക്ഷേ എനിക്ക് അതിലൊന്നും തീരെ താല്പര്യമില്ല. ആക്ച്വലി എനിക്ക് ഈ റെക്കോർഡഡ് ഇന്റർവ്യൂസ് ഒന്നും ഇഷ്ടമില്ല. എന്റെ മാച്ച് എല്ലാരും ലൈവ് ആയിട്ടല്ലേ കാണുന്നത്. അപ്പൊ പിന്നെ ഇന്റർവ്യൂ അങ്ങനെ തന്നെ വേണ്ടേ? ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ലൈവ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ശ്രീയാ. നമ്മുടെ അഭിമാനമല്ലേ ഇവൻ. ഈ നാട്ടിൽ വേറെ ആരാ ലൈവിൽ വന്നിട്ടുള്ളത്? ഓ അമ്മാവാ. കുടുങ്ങിയ കഴുതാക്കളെ രക്ഷപ്പെടുത്താൻ ഒരു ഷാർപ്പ് ഷൂട്ടർ എത്തുന്നു. മുതലയെ കൊലപ്പെടുത്താതെ അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഇപ്പോഴെങ്കിലും നന്നായി. വെള്ളവും ഭക്ഷണവും കിട്ടാതെ മണിക്കൂറുകളായി അവർ അവിടെ കുടുങ്ങിയിട്ട്. അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ ലഭ്യമാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തിനാണ് അവർ ഇവിടെ വന്നതെന്ന് പോലും അറിയാനാകാതെ നിൽക്കുകയാണ് പോലീസും അധികാരികളും. അത് നിന്റെ കൂട്ടുകാരനല്ലേ കിരൺ? ഈ തെണ്ടി ലൈവിലാ. ഓഹോ, അപ്പൊ നിനക്ക് ലൈവാണോ പ്രശ്നം? അവൻ നിന്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. മോക്ക് നല്ല അച്ചടക്കം. മരം കയറി പെണ്ണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. മിണ്ടാതിരിക്കെ, എന്താ പറ്റി നോക്കട്ടെ. ഷാർപ്പ് ഷൂട്ടർ സുരേഷ് ആണ് മുതലയെ നേരിടാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. നരഭോജികളായ 3 മുതലകളെയാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം നേരിട്ടിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഷാർപ്പ് ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം കഞ്ചിന ഡാമിൽ ജനങ്ങളെ സ്ഥിരമായി ദ്രോഹിച്ചിരുന്ന ഒരു മുതലയാണ് അവസാനമായി വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ എത്തിയാൽ ഉടനെ തന്നെ കമിതാക്കളെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറയാം. സാർ, താങ്കൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ള മുതലകളിൽ നിന്നും ഈ മുതലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഞാനതിനെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ തൽക്കാലം വഴിമാറി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. തൽക്കാലം വഴിമാറ്. ഹലോ, ഐ ആം എസ് ഐ സുരേഷ്, ഷാർപ്പ് ഷൂട്ടർ. ഐ ആം എസ് ഐ വിശ്വംഭരൻ. അത്രയ്ക്കങ്ങ് ഷാർപ്പ് ഷൂട്ടർ അല്ല. ഈ മുതല നിലവിൽ എവിടെ ഉള്ളത്? ആ കാണുന്ന ഐലൻഡില്ല. അതിങ്ങനെ കരയ്ക്കും വെള്ളത്തിലുമായിട്ട് കിടക്കുക. ഈ മുതല നരഭോജി ലിസ്റ്റിൽ പെട്ടതാണോ? അല്ല, ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോ ആളെ കൊല്ലാൻ കിടക്കുകയല്ലേ. അതുകൊണ്ട് കാര്യമില്ല. ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറയണം. ലിസ്റ്റിൽ ഇല്ലാത്ത മുതലേ വെടിവെച്ചാ ഞാൻ കോടതി കയറി ഇറങ്ങണം. അത് പിന്നെ മുതലേ വെടിവെക്കാൻ SP യുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. വൈൽഡ് അനിമല, വന്യജീവി, വലിയ കേസാവും. ഇത് ഫയർഫോഴ്സ് ഓഫീസർ, ഇത് DFO. ഈ മുതല മാനിറ്റേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുതലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ മുതല തന്നെയാണോ? അതെങ്ങനെയാ അറിയുന്നത്? ഇവിടെ വേറെ ആരും മുതലേ കണ്ടിട്ടില്ല. അല്ലെങ്കിലും ഇതിപ്പോ ആളെ പിടിക്കാൻ നിൽക്കല്ലേ. പിടിക്കാൻ നിന്നാ പോരാ, ആരെങ്കിലും കടിക്കണം, എങ്കിലും പറ്റൂ. മുമ്പ് നാട്ടിലിറങ്ങിയ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച പുലിയെ ഞാൻ വെടിവെച്ചു കൊന്നു. അതിനെ 3 വർഷമാണ് ഞാൻ കോടതി കയറി ഇറങ്ങിയത്. ഒന്നെങ്കിൽ മുതലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ കളക്ടറെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. ഇതൊന്നുമില്ലാതെ വെടിവെക്കാൻ പറ്റത്തില്ല സാറേ. നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യൂ സാറേ. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടെന്നോ? സമയം എത്രയെന്ന് അറിയോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാനാ? കളക്ടറുടെ ഓർഡർ ഉണ്ടെങ്കിൽ അയാൾ വെടിവെക്കുള്ളൂ. ഓ, കളക്ടറുടെ ഓർഡറിനൊക്കെ ഈ നേരത്തെ എവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? അത് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവണ്ടേ? ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. എന്തായി, സംസാരിച്ച് ഓക്കെ ആക്കിയ? അല്ലെങ്കിൽ വേണ്ട, താനാ SP ഒന്ന് വിളിക്ക്. പുള്ളി പറഞ്ഞ അയാൾ കേൾക്കും. ശരി. സാർ, ഞാൻ SI വിശ്വംഭരനാണ് സാർ. എന്താടോ, സുരേഷ് എത്തിയില്ലേ? എത്തി സാർ, പക്ഷെ പുള്ളി വെടിവെക്കാൻ കൂട്ടാക്കുന്നില്ല സാർ. അതെന്താ? അല്ല, ഈ മുതല നരഭോജികളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് പുള്ളിക്കൊരു സംശയം.
ലിസ്റ്റിലുണ്ടെന്ന് DFO ഉറപ്പ് കൊടുത്തിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല സാർ. ഇപ്പൊ കളക്ടറുടെ ഓർഡർ ആണെന്നാ പുള്ളി പറയുന്നത്. ഛേ, താൻ ആ ഫോണിന് അയാൾക്ക് കൊടുത്തേ. ശരി സാർ. സംസാരിക്കേ. ആരാ? ആന്റണി സാറാ, SP. സാർ, താനെന്താ ഇവിടെ കാട്ടുന്നത്? സാർ, ഈ മുതല ലിസ്റ്റിലുണ്ടെന്നൊരു സംശയം, അതാ. എടോ, എന്തായാലും ഒരു മുതല ലിസ്റ്റിലുണ്ട്. ഇനി അഥവാ അത് ഇതല്ലെങ്കിൽ തന്നെ ലിസ്റ്റിലുള്ള മുതല ഇതാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പോരെ? അപ്പൊ അത് ഇനി എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല സാർ. വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. രാത്രിയായ പിന്നെ ബുദ്ധിമുട്ടാവും. ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാം. എന്നാ തുടങ്ങാം. വരൂ.